ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ മെയിൻ പ്ലാനുകളിൽ ഒന്നായിരുന്നു കല്ലേലി അപ്പൂപ്പങ്കാവി പോകണം എന്നുള്ളത്. ജാനിക്കുട്ടി ഇതുവരെ അവിടെ തൊഴുതിട്ടില്ല. അത് മാത്രമല്ല, ഇതിൻ്റെ 3ാമത്തെ വിസിറ്റാണ്. ആദ്യം കല്യാണം കഴിഞ്ഞ ഉടനെ പോയി, പിന്നെ ഗർഭിണിയായിരുന്നപ്പോഴാണ് പോയത്. ഇപ്പം ജാനിക്കുട്ടിയും കൊണ്ടാണ് കേട്ടോ പോകുന്നത്. ആ അമ്പലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അവിടെ പ്രകൃതിയുമായിട്ടുള്ള ആ ഒരു സിങ്ക് ഉണ്ടല്ലോ, അതാണ്. അവിടെ കുരങ്ങന്മാരാണ് അവിടെ എല്ലാം ഓടി നടക്കുന്നത്. പക്ഷെ ആരും ഉപദ്രവിക്കത്തൊന്നുമില്ല. അവിടെ അടിക്കുന്ന തേങ്ങയാണെങ്കിലും അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന, അതിപ്പോൾ ഭഗവാന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന വെള്ളമാണെങ്കിൽ പോലും അവർ വന്ന് എടുത്തിട്ട് പോകും. ആരും നിയന്ത്രിക്കാനും ഒന്നും പോയില്ല. പക്ഷെ അവർ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുകയില്ല. ഞാൻ ഈ 3 പ്രാവശ്യം പോയപ്പോഴും എനിക്ക് ആ എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. അത് മാത്രമല്ല, അമ്പലത്തിൻ്റെ ഒരു വൈബ് ഉണ്ടല്ലോ, അയ്യോ അത് അടിപൊളിയാണ്. ആ ഒരു അച്ചൻകോവിലാറിൻ്റെ മുകളിലായിട്ടാണ് ഈ അമ്പലം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വൈബും അടിപൊളിയാണ്. ഇപ്രാവശ്യം ഉത്സവമായിരുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം തിരക്കും ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ആൾക്കൂട്ടത്തിനിടയിൽ അമ്പലത്തിൽ പോകുന്നത്. എന്നാലും നമുക്ക് സാവകാശം തൊഴാനും അവിടെ കുറച്ചധികം സമയം ഇരിക്കാനും ഒക്കെയുള്ള നല്ല സാവകാശം കിട്ടുകയും ചെയ്തു. നമുക്ക് അടുത്ത വീഡിയോയിൽ